തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച മോഹൻലാൽ ചിത്രം തുടരും മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയ ചിത്രങ്ങളുടെ നിരയിലാണ് ഇന്നുള്ളത്. 2025 ഏപ്രിൽ 25-നാണ് തുടരും തിയേറ്ററുകളിലേക്ക് എത്തിയത്. ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്കും വൻ ഹൈപ്പിലെത്തുന്ന ചിത്രങ്ങൾക്കും റിലീസ് ദിനത്തിന് ശേഷം കളക്ഷനിൽ ഇടിവ് വരുന്ന കാഴ്ചയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എന്നാൽ മോഹൻലാൽ വിസ്മയമായ തുടരും OTT-യിലേക്ക് എത്തുന്നതിന് മുൻപ് വളരെ മികച്ച കളക്ഷൻ തന്നെ നേടിയിരുന്നു. മലയാളത്തിലെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചാണ് തുടരും ജൈത്രയാത്ര നടത്തിയത്. 6 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രത്തിൽ മോഹൻലാലിന്റെ പ്രകടനത്തെ ആരാധകർ വാനോളം പുകഴ്ത്തി. അങ്ങനെ 36-ാം ദിനമാണ് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT-യിലേക്ക് എത്തിയത്. തിയേറ്ററുകളിൽ നിന്ന് മികച്ച സ്വീകാര്യത നേടിയ ചിത്രം OTT-യിലെ മികച്ച അഭിപ്രായം തന്നെയാണ് നേടുന്നത്. ഇപ്പോഴത്തെ OTT റിലീസിന് പിന്നാലെയും ചിത്രത്തിന് തിയേറ്ററുകളിൽ മികച്ച ബുക്കിംഗ് ലഭിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഞായറാഴ്ചയായ ജൂൺ 1-ന് തിയേറ്ററുകളിൽ തുടരുമിന് മികച്ച ബുക്കിംഗാണ് ലഭിച്ചത്. പല തിയേറ്ററുകളും ഹൌസ്ഫുള്ളായാണ് പ്രദർശനം നടത്തിയത്. OTT റിലീസിന് പിന്നാലെ ചില തിയേറ്ററുകളിൽ നിന്നും സിനിമ പിൻവലിച്ചിരുന്നു. വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമാണ് ഇപ്പോൾ സിനിമയുള്ളത്. അതിനിടെയാണ് ചിത്രം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നത്. വരും ദിവസങ്ങളിലും സിനിമയ്ക്ക് നല്ല ബുക്കിംഗ് ലഭിക്കുമെന്ന സൂചനയാണ് വരുന്നത്. തിയേറ്ററുകളിലെയും OTT-യിലെയും സിനിമകളുടെ സ്വീകാര്യതയിൽ പലപ്പോഴും വ്യത്യാസമുണ്ടാവാറുണ്ട്. തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രങ്ങൾ എന്നാൽ OTT-യിലേക്ക് എത്തുമ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളിലേക്ക് ചുരുങ്ങാറുണ്ട്. അതുപോലെ തന്നെ സമ്മിശ്ര പ്രതികരണങ്ങൾ തിയേറ്ററുകളിൽ നിന്നും നേടിയിട്ടുള്ള ചിത്രങ്ങൾ OTT-യിലേക്ക് എത്തുമ്പോൾ മികച്ച അഭിപ്രായങ്ങളും നേടിയിട്ടുണ്ട്. എന്നാൽ തുടരുമെന്ന ചിത്രത്തിന്റെ കാര്യത്തിൽ OTT-യിലും മികച്ച അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത്. സമീപകാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഗംഭീര ചിത്രമാണ് തുടരുമെന്ന് മറുഭാഷാ പ്രേക്ഷകരടക്കം അഭിപ്രായപ്പെടുന്നു. കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 115 കോടിയിലേറെയാണ് നേടിയത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നാകട്ടെ 232 കോടിയിലേറെ ഗ്രോസ് കളക്ഷനും തുടരും സ്വന്തമാക്കിയിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി ഷെയർ കളക്ഷൻ നേടിയെന്ന റെക്കോർഡും തുടരും നേടി. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു ചിത്രം 50 കോടി ഷെയർ നേടുന്നത്. ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. ലളിത എന്ന വീട്ടമ്മയായി ശോഭന എത്തിയപ്പോൾ താരത്തിന്റെ പ്രകടനവും മികച്ച അഭിപ്രായങ്ങളാണ് നേടിയത്. 15 വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, ആർഷ, കൃഷ്ണപ്രഭ, പ്രകാശ് വർമ്മ, അരവിന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രജപുത്രയുടെ ബാനറിൽ M. രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കിയത്. ഷാജികുമാർ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ്, ഷഫീഖ് ബീബി എന്നിവർ ചേർന്നാണ് നിർവഹിച്ചത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് തുടരും OTT സ്ട്രീം ചെയ്യുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും സിനിമ ലഭ്യമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.